2005 UPA ഗവൺമെൻറ്റാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം MGNREGA, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻറ്റി പ്രോഗ്രാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. അങ്ങനെ അതായത് തൊഴിൽ ഒരു ജന്മാവകാശം എന്ന രീതിയിൽ തൊഴിൽ ആവശ്യപ്പെടുന്ന ആർക്കും, അതായത് ഡിമാൻഡ് ഡ്രിവൺ, തൊഴിൽ ആവശ്യപ്പെടുന്ന ആർക്കും തൊഴിൽ നൽകുന്ന ഒരു പദ്ധതിയായിട്ട്, അതായത് പാവപ്പെട്ടവരെ ചോദിക്കാവൂ എന്നില്ല തൊഴിൽ. ധനികരാണ്, ഇപ്പോൾ മുകേഷ് അംബാനിയാണ് തൊഴിൽ ചോദിക്കുന്നത് എങ്കിലും കൊടുത്തിരിക്കും. അതാണ് ആ നിയമത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ സാധാരണ താഴെ തട്ടിലുള്ളവരാണ് എനിക്ക് തൊഴിൽ വേണം എന്ന് പറഞ്ഞ് മുൻപോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഡിമാൻഡ് ഡ്രിവൺ പ്രോഗ്രാം ആയിരുന്നു. തൊഴിൽ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് തൊഴിൽ കൊടുക്കുന്ന, പ്രത്യേകിച്ചും ജീവനോപാധിക്ക് വേണ്ടി, അതായത് നമ്മുടെ ഗ്രാമങ്ങളിലാകട്ടെ പട്ടണങ്ങളിലാകട്ടെ, പ്രത്യേകിച്ചും ഗ്രാമങ്ങളിൽ ജീവന ഉപാധി, അതായിരുന്നു ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുമ്പോഴുള്ള ലക്ഷ്യം. പട്ടിണി, നിത്യദാരിദ്ര്യം, അതിദാരിദ്ര്യം ഇല്ലാതെയാക്കുക. അതായത് ഇപ്പം നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയെപ്പറ്റി ആലോചിക്കുമ്പോൾ ഇത് ഉദ്ദേശിച്ചത് കൂടുതലും സ്ത്രീകളെ ഫോക്കസ് ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളുടെ കയ്യിൽ 100 രൂപ കിട്ടിയാൽ അവർ എത്ര പാവപ്പെട്ട കുടുംബം ആണോ അത്ര തന്നെ 101% അത് കുടുംബ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും. അതേ സമയത്ത് പുരുഷന്മാരാണെങ്കിൽ അതിന് മാത്രമായിരിക്കില്ല, വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കത്തില്ല. ചിലപ്പോൾ രാസലഹരിക്കോ മദ്യത്തിനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആഹാരം കഴിക്കാനോ ഒക്കെ അതിൻ്റെ ഒരു ഭാഗമെങ്കിലും ഉപയോഗിച്ച് ഒരു ഭാഗമേ വീട്ടിലെത്തിക്കൂ, ഒരു ഭാഗം വീട്ടിലെത്തിച്ചേക്കാം. പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല. അത് പൂർണ്ണമായിട്ടും കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി ജീവന ഉപാധി, അതുകൊണ്ടാണ് അതിന് ജീവനോപാധി പദ്ധതിയായിട്ട് തന്നെ പേരിട്ടത്. അങ്ങനെയാണ് അത് 2005 കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഓർക്കണം, UPA ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചു കൂടെ നിന്നു അന്ന് അതായത് ഇടതുപക്ഷം. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും അതേ സമയത്ത് അതിലുണ്ടായിരുന്ന മറ്റ് BJP പാർട്ടി പോലെയുള്ളവർ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ നോക്കി, അങ്ങനൊരു നിയമം വേണ്ട എന്ന രീതിയിൽ. പക്ഷേ അതിന് 100% പിന്തുണയുമായി നിന്ന പാർട്ടിയായിരുന്നു അന്ന് ഇടതുപക്ഷം. അങ്ങനെ കൊണ്ടുവന്ന ആ ബില്ല് അങ്ങനെ കൊണ്ടുവന്ന ആ പ്രോഗ്രാം, അതാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന രീതിയിൽ നാം പാടി പുകഴ്ത്തിയിരുന്നതും അത് ഇന്ത്യയുടെ പട്ടിണി അകറ്റാൻ വലിയ അളവ് വരെ സഹായിച്ചിരുന്നതുമാണ്. അങ്ങനെ സഹായിച്ചിരുന്ന പദ്ധതിയുടെ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും അതിനുവേണ്ടി നീക്കിവെക്കുന്ന, തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന ഫണ്ട് ഒന്നുകിൽ കുറയും, അതല്ലെങ്കിൽ പോയ വർഷത്തെ പോലെ തന്നെ ഇരിക്കും. പക്ഷേ അതിൻ്റെ ഡിമാൻഡ് വളരെ കൂടുതലുമായിരുന്നു. ആ ഡിമാൻഡിനനുസരിച്ച് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായിരുന്നു അവസ്ഥ. അപ്പോൾ എന്തുകൊണ്ടാണ് കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര ഗവൺമെൻറ് ഇതിനു വേണ്ടി ഫണ്ടിങ് കുറച്ചുകൊണ്ടിരുന്നത്? അവർക്ക് ഇതുവഴിയായിട്ട് ഈ പാവപ്പെട്ട ദരിദ്ര കുടുംബങ്ങളെ സംരക്ഷിച്ച് നിർത്തുക എന്ന ആ പദ്ധതിയോട് അത്രയേ താല്പര്യമുള്ളൂ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പക്ഷേ ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് പ്രഷർ ഉണ്ടാകുമ്പോൾ അവസാനം ഈ ബഡ്ജറ്റിൽ കൊടുത്ത ഫണ്ടിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടിരുന്നു, നിർബന്ധിതമാക്കപ്പെട്ടിരുന്നു BJP ഗവൺമെൻറ്റിനെ കൊണ്ട്. അങ്ങനെയാണ് ഓരോ വർഷവും ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് ഈ വർഷം ആ നിയമത്തെ ഭേദഗതി ചെയ്ത് അതിൻ്റെ പേരുമാറ്റം. അപ്പം മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ആ പ്രോഗ്രാമിനെയാണ് ഇപ്പോൾ പേര് മാറ്റിയിരിക്കുന്നത്. പേരുമാറ്റി എങ്ങനെയാണ് പുതിയ പേര് കൊണ്ടുവന്നിരിക്കുന്നത്? വികസിത് ഭാരത് ഗ്യാരൻറ്റി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ എന്നാണ് ഇപ്പോഴത്തെ പുതിയ പേര്. അതായത് വികസിത് ഭാരത് ഗ്യാരൻറ്റി ഫോർ
റോസ്കർ ആൻഡ് അജീവിക മിഷൻ, വി ബി ജി റാംജി എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. അതായത് എന്തിനാണ് ഈ വികസിത് ഭാരത് ഒരു സ്വപ്നം മാത്രമാണ് ഇപ്പോഴും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ പല കണക്കുകൾ ഇപ്പോൾ നിലവിലിരിക്കുന്ന ലഭ്യമായ ഒരുപാട് കണക്കുകൾ പറയുന്നത് ഇന്ത്യയിൽ 2014 ശേഷം അതിദരിദ്രരുടെ, അതായത് പട്ടിണിക്കാരുടെ എണ്ണം കൂടിയെന്നാണ്. അപ്പോൾ അങ്ങനെ എണ്ണം കൂടി, അതുപോലെ തന്നെ ഇനീക്വാളിറ്റി, അസമത്വം വർദ്ധിച്ചു. ഉദാഹരണത്തിന് 2025-26 ഗ്ലോബൽ ഇനീക്വാളിറ്റി റിപ്പോർട്ട്, ഈ ഗ്ലോബൽ ഇനീക്വാളിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മണ്ടൻ എവിടെ നിന്നെങ്കിലും ചമച്ച് പുറത്തു വിടുന്ന റിപ്പോർട്ടല്ല. 200 ശാസ്ത്രജ്ഞർ, ആഗോള തലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 200 ശാസ്ത്രജ്ഞർ ചേർന്നിരുന്നാണ് ഗ്ലോബൽ ഇനീക്വാളിറ്റി ലാബിൽ പ്രവർത്തനം നടത്തുന്നത്. അവർ ആഗോള തലത്തിൽ ഉള്ള എല്ലാ രാജ്യങ്ങളിലെയും ജീവിത നിലവാരവും പിന്നെ അസമത്വവും എല്ലാം നന്നായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് വർക്കൗട്ട് ചെയ്യാന്ന് വെച്ചാൽ അതിന് വേണ്ട സർവേകളൊക്കെ നടത്തി ആ സർവേകളുടെ ബേസിസിൽ വർക്കൗട്ട് ചെയ്തെടുക്കുന്ന വളരെ കൃത്യമായ കണക്കുകളാണ് ഇനീക്വാളിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ 45% ജി ഡി പിയുടെ 45% 1% വ്യക്തികളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നാണ്. അപ്പോൾ തന്നെ നമുക്ക് അസമത്വത്തെപ്പറ്റി, ഇന്ത്യയിലെ അസമത്വത്തിൻ്റെ വളർച്ചയെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇനി അതുപോലെ തന്നെ 65% ജനങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇന്ത്യയുടെ ജി ഡി പിയുടെ വെറും 15% മാത്രമാണ്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് അതിലേറെ സങ്കടം തോന്നുക. എത്രയധികം ഇനീക്വാളിറ്റി, അസമത്വം, അതായത് ദരിദ്ര ജനവിഭാഗങ്ങളിൽ പട്ടിണി ധാരാളമായിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇത്ര വലിയ അസമത്വം. ഇങ്ങനെ അസമത്വം വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി അസമത്വത്തെയും, അതായത് നമ്മുടെ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് 21-ാം നൂറ്റാണ്ടിലേക്ക് ലോകം കടന്നപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ ആഭിമുഖ്യത്തിലാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞിട്ട് 2030 മുൻപേ നേടിയെടുക്കേണ്ട ചില ലക്ഷ്യങ്ങൾ പിന്നെ അംഗീകരിച്ചു. ആ ലക്ഷ്യങ്ങളിൽ ആദ്യത്തേതാണ് പട്ടിണി ഇല്ലാത്ത ലോകം. അങ്ങനെ ഹ്യൂമൻ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് അനുസരിച്ച് പട്ടിണി ഇല്ലാത്ത ലോകം എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കണം. പട്ടിണി ഉള്ളവരുടെ എണ്ണം 0 ആകണം എന്ന് വെച്ചാൽ പട്ടിണി ഇല്ലാതെയാകണം. പക്ഷേ ഇന്ത്യയുടെ റാങ്ക് എങ്ങനെയായിരുന്നു? 2010 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എടുത്തപ്പോൾ 120 രാജ്യങ്ങൾ എന്ന് വെച്ചാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഹങ്കർ ഇല്ല, പട്ടിണിയില്ല. 120 രാജ്യങ്ങളിലേ പട്ടിണി ഉള്ളൂ. ആ 120 രാജ്യങ്ങളുടെ പട്ടികയിൽ 40-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ 2010. പക്ഷേ 2023 റാങ്കിങ് ആയപ്പോഴേക്കും ഈ 120 രാജ്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെ 110-ാം റാങ്കിലേക്ക് ഇന്ത്യ തള്ളപ്പെട്ടു. അപ്പോൾ 2010-നും 2023-നും ഇടയ്ക്ക് ഇന്ത്യയിൽ ഉണ്ടായ വികസനം, വികസിത് ഭാരത് എന്നാണല്ലോ ഇപ്പോൾ പുതിയ പേരിട്ടിരിക്കുന്നത് ആ പദ്ധതിക്ക്. ഇന്ത്യയിൽ ഉണ്ടായ വികസനം 2014-നും 2010-നും 2023-നും ഇടയ്ക്കുണ്ടായ വികസനം, എന്ത് വികസനം ഉണ്ടായത്? ഹങ്കർ ഇൻഡെക്സിൽ 40-ാം സ്ഥാനത്തു നിന്ന് നമ്മൾ 111-ാം സ്ഥാനത്തേക്ക് എടുത്തെറിയപ്പെട്ടു. എന്ന് വെച്ചാൽ ബഹുകോടികൾ പട്ടിണിയിലേക്ക് പോയി എന്നർത്ഥം. ഈ കാലഘട്ടം കൊണ്ട് അസമത്വം വർദ്ധിച്ചു എന്നർത്ഥം. എന്നിട്ട് എന്തിനാണ് വികസിത് ഭാരത് എന്നൊക്കെ ചേർത്ത് ആ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ ഈ മാറ്റം വന്നിരിക്കുന്നത് എന്ന് മാത്രമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ നേടാൻ കഴിയാത്തതൊക്കെ നേടി എന്ന് വരുത്തി തീർക്കുക വാക്കുകൾ കൊണ്ട് മാത്രം. അങ്ങനെ ചെയ്യുന്ന വികസനമാണോ നമുക്ക് ആവശ്യം? അതോ യഥാർത്ഥത്തിൽ സത്യസന്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നെങ്കിൽ വികസനത്തിലേക്ക് ചവിട്ടുപടികൾ കയറി പോകാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ
ഈ കഴിഞ്ഞ 12 വർഷം കൊണ്ട് ആ 40ാം റാങ്കിൽ നിന്ന് 30ാം റാങ്കിലേക്കെങ്കിലും നമുക്ക് എത്താൻ പറ്റുമായിരുന്നു. അത്രയെങ്കിലും നമ്മുടെ ഹങ്കറിൽ നമുക്ക് നമ്മുടെ വിശപ്പ് അകറ്റാൻ, പാവപ്പെട്ടവരുടെ വിശപ്പ് അകറ്റാൻ കേന്ദ്ര ഗവൺമെൻറ്റിനും മറ്റ് സംസ്ഥാനങ്ങൾക്കും കഴിയണമായിരുന്നു. അത് കഴിഞ്ഞിട്ടില്ല. പകരം 40ൽ നിന്ന് എടുത്തടിച്ച് 111ലേക്ക് പോവുകയാണ് ചെയ്തത്. 120 രാജ്യങ്ങളുടെ പട്ടികയിൽ 111ാം സ്ഥാനത്താണ് ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്ത് നാണം കെട്ട അവസ്ഥയാണ്. ഈ നാണം കെട്ട അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയത്. എങ്ങനെ പേര് മാറ്റി? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്കർ ആൻഡ് ആജീവിക മിഷൻ, VBG റാംജി. അപ്പോൾ അതിനകത്ത് മഹാത്മാഗാന്ധി ഇല്ലായേ. അതായത് മഹാത്മാഗാന്ധി എങ്ങനെ ഉണ്ടാകാൻ ആ പേരിനകത്ത്? മഹാത്മാഗാന്ധിയുടെ പേര് ഇല്ല, എടുത്തു കളയുക. മഹാത്മാഗാന്ധിയെ കൊന്നുകളഞ്ഞവർ നമുക്കറിയാം. നത്തുറാം ഗോഡ്സെ എന്താ ചെയ്തതെന്ന്. അങ്ങനെ മഹാത്മാഗാന്ധിയുടെ ഘാതകരുടെ ഭാഗത്ത് നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് ചേർന്ന ഒരു പ്രധാനപ്പെട്ട പട്ടിണി നിവാരണ മാർഗം, തൊഴിലുറപ്പ് പദ്ധതി, അത് മഹാത്മാഗാന്ധിയുടെ പേരിൽ കൊണ്ടുപോകാൻ ഇവർക്കിഷ്ടമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് എടുത്തു മാറ്റിക്കൊണ്ട് ഇതിനെ ഇങ്ങനെ പേരുമാറ്റം നടത്തിയത്. പേരുമാറ്റം നടത്തിയത് മാത്രമല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ 2005 ഇത് കൊണ്ടുവരുമ്പോൾ എന്തായിരുന്നു? ഇതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. അങ്ങനെയാണ് കൊണ്ടുവന്നത്. അതായത് സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചേർന്ന് അതിൻ്റെ ഫണ്ട് ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പം 10% സംസ്ഥാനങ്ങൾ, 90% കേന്ദ്രം. അതായത് 100 രൂപ ചെലവഴിക്കുക തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്ന് വെച്ചോളൂ. അതിൻ്റെ 90 രൂപയും ചെലവഴിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കും, 10 രൂപ മാത്രമായിരിക്കും സംസ്ഥാനം. എന്ന് വെച്ചാൽ 90:10, അതും അല്ലെങ്കിൽ നമുക്ക് 10:90 എന്ന് പറയാം. 10% ഓഫ് ദി എക്സ്പെൻഡിച്ചർ സംസ്ഥാന ഗവൺമെൻറ്റും 90% ഓഫ് ദി എക്സ്പെൻഡിച്ചർ കേന്ദ്ര ഗവൺമെൻറ്റും അങ്ങനെ പങ്കിട്ട് നടപ്പാക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഈ പറയപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതി അന്ന് വിഭാവന ചെയ്തതും കൊണ്ടുവന്നതും. അങ്ങനെ അതായത് അന്ന് വടക്കേ ഇന്ത്യയിലൊക്കെ ഉള്ള കൂലി എന്തായിരുന്നു? അന്ന് മാത്രമല്ല, ഇപ്പോഴും വളരെ മോശം തന്നെയാണ്. 180 രൂപയേക്കാൾ കുറവായിരുന്നു വടക്കേ ഇന്ത്യയിൽ ഒരു ദിവസത്തെ ജോലിക്കുള്ള കൂലി. ആ ജോലി കൂലി 180 രൂപ എങ്കിലും ആക്കി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് തുടക്കത്തിൽ തന്നെ ഈ പറയപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതിയുടെ ഇന്ത്യ ശരാശരി കൂലി 180 രൂപയായിട്ടാണ് അന്ന് ഫിക്സ് ചെയ്തത്. 180, ഒരു ദിവസത്തെ കൂലി 180 രൂപ. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ അടിത്തട്ടിലുണ്ടായിരുന്ന മോഹം? അപ്പോൾ ഇങ്ങനെ ജോലിക്കാർക്ക് ഈ തൊഴിൽ 100 ദിവസം കിട്ടും, ഇതിന് 180 രൂപ കൂലിയുണ്ട് എന്ന് കാണുമ്പോൾ 120 100 ഒക്കെ രൂപ കൂലി കൊടുക്കുന്ന ഇടങ്ങളിൽ തൊഴിലാളികളെ കിട്ടില്ല. അവരൊക്കെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകും. അങ്ങനെ വരുമ്പോൾ ഗ്രാമാന്തരങ്ങളിൽ ഇന്ത്യയിൽ മുഴുവനും ദിവസക്കൂലിയുടെ വേതനം ഈ പറയപ്പെട്ട 180 അല്ലെങ്കിൽ അതിന് അടുത്തു വരെയെങ്കിലുമോ, ഒരു പക്ഷേ 180ൻ്റെ 10 രൂപ കൂടുതലോ കൊടുത്തേക്കും. കാരണം തൊഴിലാളികൾ അങ്ങോട്ട് പോകരുത്, ഞങ്ങളുടെ തൊഴിലിന് കിട്ടണം എന്ന മോഹം കൊണ്ട്, അല്ലെങ്കിൽ തൊഴിലില്ല, കൃഷിയില്ലാത്തൊരവസ്ഥ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഈ ഭൂവുടമകളും എല്ലാവരും ദിവസക്കൂലി ഉയർത്തും. അങ്ങനെ ഉയർത്താൻ പ്രേരകമാകുന്നതിന് വേണ്ടിയാണ് ഈ പറയപ്പെട്ട 180 രൂപ കൂലിയാക്കി അന്ന് നിശ്ചയിച്ചത്. അങ്ങനെ ഒരു വശത്ത് ഹങ്കർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അതായത് അതിദരിദ്രർ, പട്ടിണി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ ആയ പട്ടിണിയില്ലാത്ത ലോകം, ഇന്ത്യക്ക് പട്ടിണിയില്ലാത്ത ലോകം 2030 ആകുമ്പോഴത്തേക്കും പട്ടിണിയില്ലാത്ത ഒരു ലോകം ആക്കി ഇന്ത്യ അതിൻ്റെ ഒരു ഭാഗമായി മാറണമെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ഹങ്കർ ഇൻഡെക്സിലെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവണം. ഹങ്കർ ഘട്ടം ഘട്ടമായി എന്ന് വെച്ചാൽ ഇനി 4 വർഷമേ ഉള്ളൂ 2030 എത്താൻ.
അപ്പോഴേക്കും ഈ പട്ടിണി പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാൻ ഇന്ത്യക്ക് കഴിയണം. അങ്ങനെ കഴിയുമെന്ന് നമുക്ക് ഉറപ്പില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലും ഈ VBG റാംജി ആയിട്ട് തൊഴിലുറപ്പ് പദ്ധതിയെ ഒരു നാമകരണത്തിലൂടെ മാറ്റിയെടുത്തിരിക്കുകയാണ്. പക്ഷേ മാറ്റിയെടുത്തത് കൊണ്ട് പ്രശ്നമില്ല. അത് സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, മഹാത്മാഗാന്ധിയുടെ പേരാണ് ഇതിൽ നിന്ന് വെട്ടിക്കളയപ്പെട്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരമായിരുന്നു ആ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന സ്കീം കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ ജനത ചെയ്തത്. കാരണം അദ്ദേഹം ഈ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യാനന്തര വിജയങ്ങൾക്കൊക്കെ വേണ്ടി, നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നതിനും ഒക്കെ വേണ്ടി അങ്ങേയറ്റം ആത്മാർത്ഥമായി പരിശ്രമിച്ച ആളാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവായി അംഗീകരിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെ അംഗീകരിക്കപ്പെട്ട അദ്ദേഹം എല്ലാം കൊണ്ട് ഇവിടുത്തെ പട്ടിണി അകറ്റി ഈ രാജ്യത്തെ ഒരു വികസിത ഭാരതമാക്കണം എന്ന് ഏറ്റവും കൂടുതൽ അദമ്യമായി ആഗ്രഹിച്ച ഹൃദയമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആ പേരിന് പകരം വേറൊരു പേരെടുത്തിട്ട് ഇനി ഒരുപക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ, BJP ഗവൺമെൻറ് ഇറങ്ങുന്നതിന് മുൻപായിട്ട് അവിടെ മഹാത്മാഗാന്ധിയുടെ പേരിട്ടിരുന്ന സ്ഥാനത്ത് നരേന്ദ്രമോദി തൊഴിലുറപ്പ് പദ്ധതി എന്നോ മറ്റോ അതിൻ്റെ പേര് പുനർനാമകരണം ചെയ്യുമോ എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും അത് വലിയ തെറ്റായിപ്പോയി. അമർഷം ഇന്ത്യയിൽ മൊത്തം ഉണ്ട് എന്ന് മാത്രവുമല്ല, ഒരുപക്ഷെ ലോക മലയാളികൾ മുഴുവനും ഇതിനെ അപലപിക്കും, ഈ പേരുമാറ്റത്തെ. ഇനി അതൊക്കെ പോകട്ടെ, ഇനി അതിൻ്റെ അന്തസത്തയ്ക്ക് എന്തു പറ്റിയെന്നാണ്. ഡിമാൻഡ് ഡ്രിവൺ തൊഴിലായിരുന്നുവല്ലോ നേരത്തെ ഉണ്ടായിരുന്നത്. അതായത് പാവങ്ങൾ ഞങ്ങൾക്ക് തൊഴിലില്ല, തൊഴിൽ വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് മുൻപോട്ട് വരുന്നു, അവർക്ക് തൊഴിൽ കിട്ടുന്നു. അതായിരുന്നു ഡിമാൻഡ് ഡ്രിവൺ തൊഴിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ. ഇപ്പം നേരെ മറിച്ച് സപ്ലൈ ഡ്രിവൺ തൊഴിലാക്കി അതിനെ മാറ്റിയിരിക്കുന്നു. പേരുമാറ്റത്തിനേക്കാളും അതുപോലെ തന്നെ അനുപാതം, ചെലവഴിക്കലിൻ്റെ അനുപാതം പണ്ട് 10 രൂപ സംസ്ഥാനം ചെലവഴിക്കുമ്പോൾ 90 രൂപ കേന്ദ്രമായിരുന്നു. ഇപ്പോൾ 40 രൂപ സംസ്ഥാനം ചെലവഴിക്കുമ്പോൾ 60 രൂപ മാത്രമാണ് കേന്ദ്രം ചെലവഴിക്കുന്നത്. അപ്പോൾ അവിടെയും വലിയ മാറ്റം വന്നു. 2 പ്രധാന മാറ്റങ്ങൾ അങ്ങനെ വന്നു. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഇത് സപ്ലൈ ഡ്രിവൺ. അതായത് ഗവൺമെൻറ് ചകഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ അവയ്ക്ക് വേണ്ടിയായിരിക്കും ഈ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിക്കുന്നത് ഓരോ സംസ്ഥാനത്തും. അങ്ങനെ വസ്തുനിഷ്ഠമായി സത്യസന്ധമായി നടത്തുകയാണ് അത് എങ്കിൽ അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ നേരത്തെ ഉണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ കഴിവുകേടുകൊണ്ട് അവരെന്താ ചെയ്തിരുന്നത്? പണക്കാരുടെ പറമ്പ് കിളയ്ക്കാനും ഒക്കെയായിരുന്നു അധികവും തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഞാൻ തന്നെ വിമർശിച്ചിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് 90% ഫണ്ട് ചെലവഴിക്കുന്ന ആ ഫണ്ട് ഉപയോഗിച്ച് പണക്കാരുടെ പറമ്പ് കിളയ്ക്കുകയാണോ വേണ്ടേ? വേറെ ഇവിടെ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാനില്ലേ? ഞാൻ തന്നെ എത്ര പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ ഇരിക്കുന്ന മഹാരഥന്മാരാരും കാണില്ല. കാരണം അവരാരും ജനങ്ങളെ നന്നാക്കണം, ജനങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകണം എന്ന് വിചാരിച്ചല്ല രഥത്തിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അവരുടെ പോക്കറ്റ് എങ്ങനെ കാലിയാക്കാം, അവരുടെ കുടുംബത്തെ എങ്ങനെ ശക്തീകരിക്കാം എന്ന് വിചാരിച്ച് നടക്കുന്നവരാണ്. അപ്പം അത് പോട്ടെ, നമ്മൾ ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഇപ്പം എങ്ങനെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ സപ്ലൈ ഡ്രിവൺ എന്ന് പറയുമ്പോൾ ജോലികൾ എന്തൊക്കെയാണ് എന്ന് ഗവൺമെൻറ് കണ്ടെത്തുന്നു. അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അതത് സ്ഥാനങ്ങളിലുള്ള തൊഴിലുകൾ കണ്ടെത്തുകയും അത് മാനേജ് ചെയ്യുകയും നടത്തുകയും ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് 4 പ്രധാനപ്പെട്ട മേഖലകളായിട്ടിപ്പോൾ തൊഴിലിനെ വിഭജിച്ചിട്ടുണ്ട്. ഈ 4 മേഖലകളിൽപ്പെട്ട തൊഴിലുകളായിരിക്കും ഗവൺമെൻറ് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതിലായിരിക്കണം ഇതിൽ ഉൾപ്പെടുന്നവർ പണി ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ആ 4 പ്രധാനപ്പെട്ട മേഖലകളെന്ന് നമുക്ക് നോക്കാം.
ജലസുരക്ഷ. ഒന്നാമത്തേത് ജലസുരക്ഷയാണ്. അത് ഒട്ടും മോശമായ ഒരു കാര്യമല്ല. നമുക്ക് 44 പുഴകളുണ്ട് എന്ന് പറയുമല്ലോ. 44 പുഴകളും ഒരുപോലെ മലിനമായി കിടക്കുകയാണ്. അതുകൊണ്ടാണ് സാംക്രമിക രോഗങ്ങളുടെയൊക്കെ ഈറ്റില്ലമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് എല്ലാ ജലസ്രോതസ്സുകളെയും ശുദ്ധീകരിക്കുക എന്ന ഒന്നാമത്തെ പദ്ധതി തീർച്ചയായിട്ടും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിന് നമ്മൾ ആരെയും പഴിക്കേണ്ട കാര്യമില്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് പഴിക്കേണ്ട കാര്യമില്ല. പണക്കാരൻ്റെ പറമ്പ് കിളയ്ക്കാൻ പോവുകയല്ല, നമ്മുടെ ജലസ്രോതസ്സുകളെ ശുദ്ധീകരിക്കുകയാണ് തീർച്ചയായിട്ടും തൊഴിലുറപ്പ് പദ്ധതിക്കാർ ചെയ്യേണ്ടത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം വരുന്നത്, ഈ ജലസ്രോതസ്സുകളെ ശുദ്ധീകരിക്കാൻ പോകുമ്പോൾ അവർക്ക് നീന്തൽ അറിയാമോ, ഇത്തരം ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. പക്ഷേ നീന്തൽ അറിയാവുന്നവർ മാത്രം അങ്ങനെയുള്ള മേഖലകളിൽ, അതായത് ജലസ്രോതസ്സുകളെല്ലാം നീന്തൽ അറിയാവുന്നവർക്ക് മാത്രം ജോലി ചെയ്യാവുന്നതല്ല. ആഴം കുറഞ്ഞ തോടുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് അത്തരക്കാരെ വിന്യസിച്ചുകൊണ്ട് പിന്നെ അതുപോലെ മറ്റ് സൗകര്യങ്ങൾ, അപകട സാധ്യതയുള്ളിടത്ത് അതിൻ്റെ കൂടുതൽ സൗകര്യങ്ങളും സുരക്ഷയും ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ആ ജോലി. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം 4 തരത്തിലുള്ള ജോലികളാണ്. ഒന്നാമത്തെ തരം എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ, അതായത് ജലസുരക്ഷ ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന വികസനം. അതായത് അടിസ്ഥാന വികസനം എന്ന് പറയുമ്പോൾ അവിടെ റോഡുകളുടെ നിർമ്മാണമാകാം, അതുപോലെ ബ്രിഡ്ജസോ അങ്ങനെയൊക്കെ എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണമോ, അതുപോലെ തന്നെ സ്കൂൾ കെട്ടിടങ്ങൾ. നമുക്കറിയാം പലപ്പോഴും സ്കൂൾ കെട്ടിടങ്ങളുടെ പണിക്കൊക്കെ മറ്റു വിഭാഗങ്ങൾക്കാണ് കൊടുക്കാറുള്ളത്. ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾക്കൊക്കെയാണ് കൊടുക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ പെടുത്തിയല്ല ഇതൊക്കെ അധികവും ചെയ്തിരുന്നത്. അവസാന ഘട്ടത്തിൽ കുറച്ചൊക്കെ കേരളത്തിൽ അങ്ങനെ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ, ഇപ്പോൾ നമ്മൾ കിഫ്ബിയെ കൊണ്ട് ചെയ്യിക്കുന്ന ചെറിയ ഇൻഫ്രാസ്ട്രക്ചർ വർക്കുകളൊക്കെ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് തന്നെ അല്ല. ഇപ്പോൾ വലിയ ഇൻഫ്രാസ്ട്രക്ചർ വർക്കാണെങ്കിൽ അവർ ചെയ്യും. എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് നല്ല ഉറപ്പാണ്, വയനാട് ജില്ലയിലെയും പാലക്കാട് ജില്ലയിലെയും ആന ജനവാസ കേന്ദ്രത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള ട്രെഞ്ചിൻ്റെ നിർമ്മാണം, അതായത് ഒരു സ്പെഷ്യൽ പാക്കേജായിട്ട് എടുത്ത് 2004-നും 2010-നും ഇടയ്ക്കാണ് അതിനുള്ള ഒരു പാക്കേജായിട്ട് വയനാടിനും പാലക്കാടിനും കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്ത് ഈ ട്രഞ്ചിൻ്റെ നിർമ്മാണം മുഴുവനും നടത്തിയത്, അതായത് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിച്ചിരുന്നത് 93% സ്ത്രീകളായിരുന്നു. ഞാനപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സർവേ നടത്തിയതാണ് ഇതിനെ പറ്റിയിട്ട്. ഈ 93% സ്ത്രീകളാണ് തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അപ്പോൾ ഇവിടെ ഈ 2 ജില്ലകളിലും അതിൻ്റെ എന്താ പറയുക, ജനവാസ മേഖലയിലേക്ക് ആന വരാതിരിക്കാൻ വേണ്ടി ട്രഞ്ച് നിർമ്മിച്ചു. ട്രഞ്ചിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ വലിയ ശക്തമായ കിളയ്ക്കൽ ആവശ്യമുള്ള ജോലിയാണ്. അപ്പോൾ ആ ജോലി ചെയ്തത് സ്ത്രീകളാണ്. അതുകൊണ്ട് അവരെ കൊണ്ട് ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ നിർമ്മാണത്തിന് പറ്റില്ല എന്നൊന്നും ആരും മുൻകൂട്ടി വിധി എഴുതേണ്ട കാര്യമല്ല. പിന്നെ ഇവിടെ പലരും പറഞ്ഞു കേൾക്കുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ജോലിക്ക് പോകുന്നവർ അധികവും 60 വയസ്സ് കഴിഞ്ഞവരാണെന്ന്. അപ്പോൾ അത് എനിക്ക് ഒരു അത്ഭുതമായി തോന്നി. നമ്മളിവിടെ 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആരെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള മട്ടിൽ അവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നു, എന്തൊക്കെ കൊടുക്കാമോ അതൊക്കെ കൊടുക്കുന്നു, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ അവരാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ കിളയ്ക്കാൻ വയ്യാത്തവർ പോകണ്ട. 80 വയസ്സ് വരെയോ 85 വയസ്സ് വരെയോ കിളയ്ക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഏതാനും മാസം മുമ്പ് 106-ാം വയസ്സിൽ എല്ലാ കൃഷിയും സ്വയം ചെയ്യുന്ന ഒരു വയോവൃദ്ധൻ്റെ കഥ നമ്മുടെ ചാനലുകളിൽ കണ്ടിരുന്നു. അപ്പം അതുപോലെ പ്രായം പറ്റുന്നവർ മാത്രം ആ പണിക്ക് പോയാൽ മതി എന്നാണ് അവിടെ നമ്മൾ നോക്കേണ്ടത്. അതല്ലാതെ കേന്ദ്രവും സംസ്ഥാനവും പങ്കിട്ട് ചെലവിടുന്ന ഒരു പദ്ധതിയിൽ പ്രായം കൂടിയവരാണ് ജോലിക്ക് വരുന്നത് അല്ലെങ്കിലും ചില ജോലികൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യണം. അത് ചെയ്യാൻ പറ്റാത്തവർ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടാതിരിക്കണം. അതല്ലാതെ ജോലി ചെയ്യുന്നവരുടെ പ്രായം കണക്കിലെടുത്ത് ഇന്ന ജോലിയെ ചെയ്യില്ല എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നാം വിട്ടുകൊടുക്കരുത് അവർക്ക്. അതായത് ഈ ജോലിക്ക് വരുന്നവർക്ക് അവർക്ക് ജോലി
ചെയ്യാതെ പണം വേണം, വിശ്രമിച്ചുകൊണ്ട് പണം വാങ്ങണം, അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ആരിലും വളർത്തിയെടുക്കാൻ പാടില്ല. ഈ ജോലി അതായത് അവർ വലിയ കഠിനാധ്വാനം ഒന്നും തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെയ്യുന്നില്ല, ലിഷേർലി ആയിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അങ്ങനെ ലിഷേർലി ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ഇപ്പോൾ തീരെ കിളയ്ക്കാൻ വയ്യാത്ത ഒരാളാണ് എങ്കിൽ അതിന് ഈ പറയപ്പെട്ട ട്രഞ്ചിൻ്റെ നിർമ്മാണത്തിന് വേണ്ട മറ്റ് ജോലികൾക്ക് പോകാമല്ലോ, പിന്നെ ലഭ്യമായ രീതി അനുസരിച്ച്, തൊഴിലനുസരിച്ച്. അപ്പോൾ അങ്ങനെ ജലസുരക്ഷ, ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന വികസനം. അടിസ്ഥാന വികസനം എന്ന് പറയുമ്പോൾ ട്രഞ്ച് ഉണ്ടാക്കലല്ല അടിസ്ഥാന വികസനം. ട്രഞ്ച് ഉണ്ടാക്കലിൻ്റെ ഒരു മേഖലയുണ്ട്, അത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അടിസ്ഥാന വികസനം എന്ന് പറഞ്ഞാൽ റോഡോ പാലമോ അതുപോലെ തന്നെ ബിൽഡിങ്സ്, സ്കൂൾ ബിൽഡിങ്സോ ആശുപത്രി കെട്ടിടങ്ങളോ ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിൽ ഭാഗികമായിട്ട് സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ടും കുടുംബശ്രീക്കാരൊക്കെ ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ രീതി അനുസരിച്ചും കൊടുത്താൽ ഇതും പ്രശ്നം സൃഷ്ടിക്കുന്നില്ല. പിന്നെ ഉള്ളത് ഗ്രാമീണ ഉപജീവനം. അപ്പോൾ ഗ്രാമീണ ഉപജീവനം എന്ന് പറയുമ്പോഴേക്കും ഗ്രാമീണ കൃഷി എന്തൊക്കെയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പാട്ടത്തിനെടുത്ത് നെൽകൃഷി ചെയ്യാമോ? അത് ചെയ്താൽ നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ധാരാളം വെറുതെ ഇട്ടിരിക്കുന്ന ഭൂമി കൃഷിഭൂമിയായിട്ട് മാറും. അതൊരു വലിയ സ്വപ്ന പദ്ധതിയായിട്ട് മാറ്റിയേക്കാൻ സാധ്യതയുണ്ട്. പിന്നെ 4ാമത്തെ സ്കീം എന്ന് പറയുന്നത് ദുരന്ത നിവാരണമാണ്. അപ്പോൾ ഈ ദുരന്ത നിവാരണം എന്ന് പറഞ്ഞാൽ ദുരന്തം വരാതെ നോക്കലും വന്നാൽ അതിൽ നിന്നും മാറ്റിയെടുക്കലും, ഇതൊക്കെയാണല്ലോ ദുരന്ത നിവാരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആന, മറ്റു വന്യമൃഗങ്ങൾ ഇവയൊക്കെ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഇറങ്ങാതിരിക്കാൻ കൊടുക്കുന്നതും ദുരന്ത നിവാരണം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ട്രഞ്ച് ഉണ്ടാക്കലോ അല്ലെങ്കിൽ സോളാർ ഫെൻസിങ്ങോ ഇങ്ങനെയുള്ള ഏത് തരം ജോലിയാണെങ്കിലും അതൊക്കെ തൊഴിലുറപ്പ് പദ്ധതിക്ക് വിടുക. തീർന്നില്ല. എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നത്? വനമേഖല, അതിൻ്റെ വനത്തിൻ്റെ അവസ്ഥ നഷ്ടപ്പെട്ടു. അതായത് അവിടെ നിബിഡ വനങ്ങളില്ല, അവിടെ ഈ മൃഗങ്ങൾക്ക് കഴിക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാര പദാർത്ഥങ്ങളില്ല, അവിടെ ജലസാന്നിധ്യമില്ല. ജലസാന്നിധ്യം ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ സസ്യജാലങ്ങളെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അവർക്ക് ജീവിക്കുവാനുള്ള സാഹചര്യം അവിടെ സൃഷ്ടിച്ചു കൊടുക്കുക. അതിനാണ് എന്താ പറയുക, വളരെ ആഴം കുറഞ്ഞ മൃഗങ്ങൾക്ക് ഇറങ്ങി വെള്ളം കുടിക്കാനും തിരിച്ച് അപകടമില്ലാതെ കയറിപ്പോകാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ജല സ്രോതസ്സുകളെ സൃഷ്ടിക്കുക. ആ ജലസ്രോതസ്സുകൾക്ക് ചുറ്റും ഇപ്പോൾ ആന വരാതിരിക്കാൻ, ആനയെ തീറ്റാൻ ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് മുള. ഒരു ബജറ്റിൽ ഡോക്ടർ തോമസ് ഐസക് 2016-17 പറഞ്ഞിരുന്നു 100,000 മുളം തൈകൾ വച്ച് പിടിപ്പിക്കുമെന്ന്. ഒരു മുളം തൈ എങ്കിലും കാട്ടിൽ വെച്ച് പിടിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അതിനുശേഷം എല്ലാ വർഷവും ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം മുള ആനയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ട വിഭവമാണ്. 100,000 മുളം തൈകൾ ഈ പറയപ്പെട്ട ആന ഇറങ്ങുന്ന മേഖലകളിൽ വെച്ച് പിടിപ്പിച്ചിരുന്നു എങ്കിൽ ആനശല്യം കുറയുമായിരുന്നു. ആന കുത്തി ആൾക്കാർ ആനയുടെ ശല്യം കൊണ്ട് ആൾക്കാർ മരിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള പണികളൊക്കെ ചെയ്യുന്നതിന്, അതായത് ഈ ആനയ്ക്ക് ഇഷ്ടപ്പെട്ട ബാംബു ഫോറസ്റ്റ് ഏരിയയിൽ നടുക, അതുപോലെ ഒരു ഫോറസ്റ്റ് ഓഫീസർ തന്നെ ആനയെ തളച്ച ആ സാഹചര്യത്തിൽ ആന വളരെ പേരെ കൊന്ന് ഇടുക്കി മേഖലയിൽ ഒരിക്കൽ സംസാരിക്കുമ്പോൾ അവർ ഒരു പറ്റം ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണ് വാഴ. അതുപോലെ തന്നെ ഇപ്പോൾ തെങ്ങൊക്കെ ആണെങ്കിൽ തന്നെ തെങ്ങിൻ്റെ കൂമ്പൊക്കെ ആനയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ആഹാര പദാർത്ഥമാണ്. അപ്പോൾ തെങ്ങ് കൊണ്ട് കാട്ടിൽ നടണമെന്നല്ല, പക്ഷേ കുറച്ച് വാഴത്തൈകൾ കാട്ടിൽ വനമേഖലയിൽ നട്ടു കൊടുക്കുന്നുണ്ട്. എന്താ അപകടമുണ്ട്? അതൊക്കെ പിന്നെ പെരുകും. അതും കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വന അന്തരീക്ഷം, ഒരു എക്കോസിസ്റ്റം, ഒരു ഫോറസ്റ്റ് എക്കോസിസ്റ്റം ഫോറസ്റ്റ് ലാൻഡിൽ തന്നെ ഈ പറയപ്പെട്ട ശല്യമുള്ള മേഖലകളിൽ സൃഷ്ടിക്കാനായിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ പ്രയോജനപ്പെടുത്തണം. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഈ പേരുമാറ്റത്തിൽ സാരമില്ല. പക്ഷേ ഇതിൽ സാരമുള്ളത്, പേരുമാറ്റം കൊണ്ട് സാരമില്ല എന്ന് പറഞ്ഞത് ഈ പറയപ്പെട്ട പ്രക്രിയകളൊക്കെയാണ് ഇതുവഴി നടക്കുന്നത് എങ്കിൽ
ഇത് നാടിന് പ്രയോജനം ചെയ്യും, ഇത് പട്ടിണി ഇല്ലാതെയാക്കാൻ സഹായിക്കും, വന്യമൃഗ മനുഷ്യ സംഘർഷം കുറയ്ക്കും. അങ്ങനെയുള്ള പ്രയോജനങ്ങളൊക്കെ ഇപ്പോഴും ഈ പറയപ്പെട്ട VBG റാംജിക്കകത്ത് കിടക്കുകയാണ്. പേരുമാറ്റത്തെ നമുക്ക് ശക്തിയുക്തം എതിർക്കാം അപ്പോഴും. പിന്നെ ഇതുകൊണ്ട് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഈ പേരുമാറ്റത്തിലല്ല, ഈ പറയപ്പെട്ട ഇതിൻ്റെ പ്രപ്പോർഷൻ മാറ്റൽ, അവിടെയാണ് സംസ്ഥാനങ്ങളെ ധനപ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. അതായത് ഫെഡറൽ പ്രിൻസിപ്പിൾസിന് എഗൻസ്റ്റ് ആയിട്ട് എവിടെ നിന്നാണ് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര പൂൾ ഉണ്ടാക്കുന്നത്? എവിടെ നിന്നെങ്കിലും പണം വെട്ടിപ്പിടിച്ചു കൊണ്ടുവന്നിട്ടല്ല. ഈ സംസ്ഥാനത്തെ ഏതൊക്കെ പ്രധാനപ്പെട്ട നികുതികളാണ് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര പൂളിലേക്ക് പിരിച്ചെടുക്കുന്നത്? പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്. ഈ 4 പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളാണ് സെൻട്രൽ പൂളിലേക്ക് വരുന്നത്. വേറെ ചില ചെറിയ ചെറിയ നികുതികളുണ്ട്, പക്ഷേ ഇത് 4ഉമാണ് വമ്പന്മാർ. ഈ വമ്പന്മാരുടെ ഒപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ് സെസ്സും സർചാർജും ഈടാക്കും. അതൊക്കെ നാഷണൽ ഹൈവേസസ് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഓരോ പേര് പറഞ്ഞാണ് സെസ്സും സർചാർജും ഈടാക്കുന്നത്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അലൗ ചെയ്യുന്നതാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് സെസ്സും സർചാർജും രണ്ടും നികുതി തന്നെയാണ്. നികുതിക്കുമേൽ നികുതിയാണ് സെസ് എന്ന് പറഞ്ഞാലും സർചാർജ് എന്ന് പറഞ്ഞാലും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ പറയപ്പെട്ട പ്രധാനപ്പെട്ട 4 നികുതികളും പിരിച്ചെടുക്കുന്നു, അതിനുമേൽ സെസ് പിരിക്കുന്നു, അതുപോലെ തന്നെ പിന്നെ സർചാർജും പിരിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനങ്ങൾക്ക് ഇതുപോലെ നികുതി പിരിക്കാനോ സർചാർജ് പിരിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ ഒരുപാട് കുറഞ്ഞു പോകും. അങ്ങനെ അവരെ ധനപ്രതിരോധത്തിലാക്കുകയാണ് ചെയ്യുന്നത് ഈ മാർഗങ്ങൾ കൊണ്ടൊക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു ചെറിയ കണക്ക് മാത്രം പറയാം. അതായത് ഈ പറയപ്പെട്ട സെസ്സും സർചാർജും വഴി കളക്ട് ചെയ്യുന്ന ഫണ്ട് സെൻട്രൽ പൂളിലേക്ക് വരില്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ പൂളിലേക്ക് വരില്ല. സെൻട്രൽ പൂളിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, അതുപോലെ കസ്റ്റംസ്. ഈ 4 4 വമ്പന്മാരുമാണ് സെൻട്രൽ പൂളിലേക്ക് വരുന്നത്. അതേ സമയത്ത് ഈ പറയപ്പെട്ട സെസ്സും സർചാർജും സെൻട്രൽ പൂളിലേക്ക് വരില്ല, കേന്ദ്ര ഗവൺമെൻറ്റിന് ഇഷ്ടം പോലെ വിനിയോഗിക്കാം. അപ്പോൾ ഒരു രസം നോക്കണം. ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അതായത് സെസ്സും സർചാർജും വഴി പിരിച്ചതും സെൻട്രൽ പൂളിലേക്ക് അയക്കേണ്ടാത്തതുമായ ഫണ്ട് 2011-12 എത്ര കോടിയായിരുന്നു, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആയിരുന്നു GDP-യുടെ? 1.1% ഓഫ് GDP ആയിരുന്നു. അതായത് സെസ്സും സർചാർജും വഴി പിരിച്ചെടുത്ത പണം. ആ പണം സെൻട്രൽ പൂളിലേക്ക് പോകേണ്ട, സംസ്ഥാനങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഹിതാനുസാരം തന്നെ ചെലവഴിക്കാവുന്ന ഫണ്ടാണ് ഈ പറയപ്പെട്ടത്. അതായത് സെസ്സും സർചാർജും വഴി പിരിച്ചെടുക്കുന്നത്. ഇങ്ങനെ 2 വഴിയിലും പിരിച്ചെടുത്ത പണം GDP-യുടെ 1.1% ആയിരുന്നു 2011-12. പക്ഷേ 2023-24 ആയപ്പോഴത്തേക്കും അത് എത്രയായി? 2.2% GDP-യുടെ 2.2% വളർന്നു. എന്ന് വച്ചാൽ 2011-12 ഉണ്ടായിരുന്നതിൻ്റെ നേരെ ഇരട്ടി വിഹിതമായിട്ട് അത് വളർന്നു. 1.1% നിന്ന് 2.2% വളർന്നു. ഇനി അതുപോലെ തന്നെ ഈ വിസിബിൾ പൂള് 2011-12 9.3% 9.1% വിസിബിൾ പൂൾ എന്ന് ഞാൻ പറഞ്ഞതാണ്. നേരത്തെ പറഞ്ഞ 4 പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ പൂൾ ചെയ്യുന്നത്. അതിൽ നിന്നാണ് ഫിനാൻസ് കമ്മീഷനൊക്കെ സംസ്ഥാനങ്ങൾക്ക് ആ ഡിവിസിബിൾ പൂളിൽ നിന്നാണ് സംസ്ഥാനങ്ങളുടെ ഷെയർ കൊടുക്കുന്നത്. ആ പൂളിൻ്റെ സൈസ് എത്രയായിരുന്നു? GDP-യുടെ 9.1% ആയിരുന്നു 2011-12. അത് എത്ര കണ്ടു വളർന്നു? 2023 ആയപ്പോഴേക്ക് 9.4 വളർന്നു. അതായത് 9.1% ആയിരുന്നത് 0.3% മാത്രം വളർന്ന് 9.4%. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന അങ്ങനെയുള്ള കേന്ദ്രം, ആ കേന്ദ്രത്തിൻ്റെ സൂത്രം എങ്ങനെയാണ്? സംസ്ഥാനങ്ങളെ ധനപ്രതിരോധത്തിലാക്കുക.
അതായത് അവർക്ക് മാത്രം, അവർക്ക് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട, കേന്ദ്രത്തിന് മാത്രം ചെലവഴിക്കാവുന്ന ഫണ്ട് 1.1% ഓഫ് GDP എന്നത് 2.2% ഓഫ് GDP ആയിട്ട് നേരെ ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. അതേ സമയത്ത് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പൂൾ ചെയ്ത് സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കേണ്ട ആ പണം 9.1% GDP ആയിരുന്നത് 9.4% മാത്രം, അതായത് 0.3% മാത്രം വളർന്നു. അപ്പോൾ അത്ര വളരെ സൂത്രവിദ്യ കാണിച്ചുകൊണ്ടാണ് കേന്ദ്രം എന്താണ് പറയുക, വിതരണം, സംസ്ഥാനങ്ങളുമായിട്ട് വിഭവങ്ങൾ പങ്കിടുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും സംസ്ഥാനങ്ങൾ വലിയ തരത്തിൽ ധനപ്രതിരോധത്തിലാണ് എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇതും അങ്ങനെ തന്നെ ഒരു ടെക്നിക്കായിട്ട് ഗവൺമെൻറ് ഉപയോഗിച്ചിരിക്കുകയാണ്. വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി ഓർക്കണം. BJP ഗവൺമെൻറ് 2014 ഭരണത്തിൽ വരുമ്പോൾ 68 സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഉണ്ടായിരുന്നു. ഈ പറയപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതി പോലെ ഇതിനായിരുന്നല്ലോ 10:90 ആയിരുന്നു ഇതിൻ്റെ ഷെയറിങ്. അതാണിപ്പോൾ 40:60 എന്നാക്കി മാറ്റിയത്. 40% സംസ്ഥാനം, 60% കേന്ദ്രം എന്നാക്കി മാറ്റിയത്. അപ്പോൾ എന്ന് വെച്ചാൽ ഓരോ 100 രൂപയിലെയും ചെലവഴിക്കുമ്പോൾ 30 രൂപ സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് കൂടി, 30 രൂപ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് കുറഞ്ഞു ചെലവ്. അതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ വളരെ സൂത്രമായ രീതിയിലാണ് ഈ 68 സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഉണ്ടായിരുന്നതിന് എന്ത് ചെയ്തു, വെട്ടി ചുരുക്കി, അതായത് അംബ്രല്ല സ്കീംസ് ആക്കുക, പലതിനെ ഒന്നിച്ചാക്കുക, അതിനാണ് അംബ്രല്ല സ്കീംസ് ആക്കുക. അങ്ങനെ അംബ്രല്ല സ്കീംസ് ആക്കി 28 ചുരുക്കിയിട്ടാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രപ്പോർഷൻ കേന്ദ്രത്തിൻ്റെ വെട്ടിക്കുറച്ച് സംസ്ഥാനങ്ങളുടെ വർദ്ധിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ വലിയ ക്രൂരതയാണ് സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്തു നിന്ന്. എന്നിട്ട് സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് സംസ്ഥാനങ്ങളിലെ പട്ടിണി വർദ്ധിക്കുക അപ്പോൾ ചെയ്യുക. എന്നിട്ട് പറയുക വികസിത് ഭാരത് 2047 ആകുമ്പോഴത്തേക്ക് നമ്മൾ വികസിത് ഭാരത് ആകുമെന്ന്. അതായത് നമ്മുടെ GDPയുടെ നല്ല 1% അംബാനി അദാനി പോലെയുള്ള 1% കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ എത്തുന്ന രാജ്യമാണോ വികസിത് ഭാരത് എന്ന് നാം പര്യാലോചിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനെ കൃത്യമായിട്ട് അറിയിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പേരുമാറ്റത്തിൽ എന്തിരിക്കുന്നു, ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. പേരിൽ ഒരുപാടുണ്ട്. മഹാത്മാഗാന്ധിയുടെ പേരിൽ ഒരു രാഷ്ട്രത്തിൻ്റെ മുഴുവനും, ഒരു രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത, ഒരു രാഷ്ട്രത്തിൻ്റെ മഹത്വം, സത്യസന്ധത, ജീവകാരുണ്യ മുഖം, ഇതെല്ലാമാണ് മഹാത്മാഗാന്ധി എന്ന പേരിലുള്ളത്. അതേ സമയത്ത് പകരം കൊണ്ടുവന്ന പേരിൽ ഒരർത്ഥവുമില്ല, നിരർത്ഥകമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തീർച്ചയായിട്ടും നാം ഇതിനെ, ഈ പേരുമാറ്റത്തെ അംഗീകരിക്കരുത്. അതോടൊപ്പം തന്നെ നാം ഇതുവഴി ചെയ്യാവുന്ന നന്മ, നമ്മുടെ സമൂഹത്തിലെ പട്ടിണി തുടച്ചു മാറ്റാൻ പറ്റുമോ? നമ്മൾ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ, അതായത് 0 ഹങ്കർ ഇന്ത്യ 2030 ആകുമ്പോഴത്തേക്കും പട്ടിണിയില്ലാത്ത ഇന്ത്യയായി മാറാൻ പറ്റുമോ? അത് വലിയ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ പേരിലാണെങ്കിലും അല്ലെങ്കിലും ആ സ്വപ്നം നാം കൈയെത്തി പിടിച്ചിരിക്കണം.